രവി കുളങ്ങര കുമാർ അവർ കീറത്തുണിയുടെ വേദാന്തക്കാരോട് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിലൊന്ന്, ഞാൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നാം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ കൈ ഉയർത്തേണ്ടത് ഇത്തരം ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്. ഒന്ന്, തീയം എന്ന വാക്കിൻ്റെ അർത്ഥം, ഞാൻ ഭാഷാശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ഒന്ന് വെറുതെ പറയുന്നു, ചരിത്രത്തിൻ്റെ പിൻബലത്തോടെ ഭാഷയുടെ പിൻബലത്തോടെയാണ് സംസാരിക്കുന്നത്. തീയൻ എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവ് എന്നാണ്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെന്നാണ്. നിർവാഹകൻ എന്നൊരർത്ഥമുണ്ട് തീയൻ എന്ന വാക്കിന്, കാര്യങ്ങൾ നിർവഹിക്കുന്നവൻ എന്ന് പറയും. മധുരം, പ്രിയപ്പെട്ടത് എന്നൊക്കെയാണ് തീയം എന്ന വാക്കിൻ്റെ അർത്ഥം. ഇപ്പൊ ചില ചരിത്രത്തിന്റെ കോലും പിടിച്ചിട്ട് കുറെ ജാതികൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ തീയരുടെ ചരിത്രത്തിന്റെ എന്ന പേരിൽ കുറെ പുസ്തകങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചപ്പടാച്ചിയാണ്, ഒന്നും പഠിച്ചിട്ടൊന്നുമല്ല. അവര് പറയും അങ്ങ് കർഗിസ്ഥാനിൽ നിന്ന് വന്നതാണ്, യൂറോപ്പിൽ നിന്ന് മധ്യപൂർവേഷ്യൻ രാജ്യത്ത് വന്നാണ്. ഓരോ ലക്കിയല്ല, ഒരിടത്തു നിന്നും വടക്കൻ കേരളത്തിലേക്ക് വന്നവനല്ല തീയൻ. അതവരുടെ സൂത്രങ്ങളിൽ ഒന്നാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസം തലയിലേക്ക് നടക്കുന്ന അധ്യാപകരും ചരിത്രകാരന്മാരും കള്ളത്തരമായി പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒന്നാണ്, ഇവിടെയുള്ള ആളുകളൊക്കെ, ഇവരുടെ പൂർവികരൊക്കെ പുറത്തു നിന്ന് വന്നവരാണ്. എന്താ ഇതിന്റെ സൂത്രം എന്നറിയോ? നിങ്ങൾ ഈ നാട്ടുകാരല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ഈ കാണുന്നതും നിങ്ങളേതല്ല, നിങ്ങളൊക്കെ പുറത്തു നിന്ന് വന്നവരാണ്. അതുപോലെ ഞങ്ങൾ പുറത്തു നിന്ന് വന്നു. ഞങ്ങൾ അറേബ്യയിൽ നിന്ന് വന്നു, ഞങ്ങൾ മധ്യപൂർവേഷ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്നു, ഞങ്ങൾ ഫ്രാൻസിൽ നിന്ന് വന്നു, പോർച്ചുഗലിൽ നിന്ന് വന്നു, ഇംഗ്ലണ്ടിൽ നിന്ന് വന്നു. ഇവിടെ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ പൂർവികരും തീയരുടെ പൂർവികരൊക്കെ പുറത്തുനിന്ന് വന്നവരാണെങ്കിൽ